നസ്കർ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളുടെ സംഗമ ഭൂമിയിലാണ് എൻ്റെ ജന്മനാട്. ഇന്നലെ രാത്രിയിൽ അപ്പനെയും അമ്മയെയും കാണാൻ വേണ്ടി എത്തിയതാണ്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് അധികം കഴിയാതെ തുടങ്ങിയ മഴയാണ് അതിങ്ങ് എരുമേലി ഇടകടത്തിയിൽ എത്തുന്നത് വരെ തുടർന്നു. രാത്രി മുഴുവൻ തോരാതെ നിന്ന് പെയ്യുകയായിരുന്നു മഴ. ഇന്ന് രാവിലെ ഇത്രയും സമയമായിട്ടും മഴ തോർന്നിട്ടില്ല. വല്ലപ്പോഴുമൊക്കെ ഒന്ന് നിലച്ച് അതിൻ്റെ ശക്തി കുറയുന്നത് പ്രതീക്ഷ നൽകുന്നു. 2018 ഓഗസ്റ്റ് മാസം 15-നായിരുന്നു ഇങ്ങനെയൊരു മഴ നമ്മൾ ഇതിനു മുമ്പ് കണ്ടത്. അന്ന് എന്തൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചു എന്ന് നമുക്കൊക്കെ കൃത്യമായി അറിയാം. അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് സംസ്ഥാനത്തെ 14-ൽ 10 ജില്ലകളിലും മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരവും കൊല്ലവും കണ്ണൂരും കാസർഗോഡും മാത്രമാണ് ചെറിയ മഴ. ബാക്കി 10 ജില്ലകളിലും പെരുമഴ നിർത്താതെ പെയ്യുന്നു. മലയോര പ്രദേശങ്ങളെല്ലാം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളുടെ മലയോര പ്രദേശങ്ങളിൽ. ഇതിനോടകം വ്യക്തമായത് 3 മരണങ്ങളാണ്. പക്ഷെ അനേകം പേരെ കാണാതെ പോയിട്ടുണ്ട്, പുഴയിലും മണ്ണിനടിയിലുമായി. എത്ര പേർ മരിച്ചിരിക്കും എന്നതിനെക്കുറിച്ച് നിശ്ചയമൊന്നുമില്ല. എൻ്റെ ഗ്രാമത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാഴ്ചകളിലൂടെ തുടങ്ങാം. ഇവിടെ ഇതുവരെ വീടുകൾ നശിക്കുകയോ മരണം സംഭവിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിലും പമ്പയാറ് ഭയപ്പെടുത്തുന്ന തരത്തിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. പമ്പയ്ക്ക് അക്കരെയുള്ള പലയിടങ്ങളും ഒറ്റപ്പെട്ടു. ഞാൻ ഇന്ന് രാവിലെ പോയി പകർത്തിയ ചില ദൃശ്യങ്ങൾ ആദ്യം കാണുക. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ നാട്ടിലാണ്. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ യാദൃച്ഛികമായി നാട്ടിലേക്ക് എത്തിയതാണ്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളുടെയൊക്കെ സംഗമം കോട്ടയം, പത്തനംതിട്ട കവർ ചെയ്ത് പോകുന്നത് ഇടകടത്തി എന്ന് പറഞ്ഞ എൻ്റെ ഗ്രാമത്തിലാണ്. ഇവിടെ നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. അതായത് ഞാനിന്നിപ്പം ഇന്നലെ യാദൃച്ഛായിട്ട് എത്തിയതാണ്. പമ്പയാറ് കര കവിഞ്ഞൊഴുകുകയാണ്. റാന്നിയിലൊക്കെ ആളുകൾക്ക് വരാൻ വഴിയാതെ പത്തനംതിട്ടയിൽ ഇപ്പം എൻ്റെ ഒരു ബന്ധു തിരുവനന്തപുരത്ത് നിന്നിട്ട് പത്തനംതിട്ട വന്ന് കുടുങ്ങിക്കിടക്കാണ്. ഒരു ചടങ്ങിന് പങ്കെടുക്കാൻ വന്നു. ഇപ്പോഴത്തെ അവസ്ഥ നോക്കുക. ഇപ്പം ഞങ്ങളുടെ ഷാപ്പാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ നാട്ടിൻപുറത്തെ ഞങ്ങളുടെ ഷാപ്പാണ് ഈ കാണുന്നത്. ഷാപ്പിൻ്റെ ബോർഡ് കണ്ടോ? ഞാനിതിലെ ഫുൾ കാണിക്കാം, തിരിച്ചു കാണിക്കാം. വലിയ തോതിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് ഇവിടെ. ഭയങ്കര മഴ. ഈ മഴയുടെ ഭീകരത അറിയണമെങ്കിൽ പമ്പയാറിൻ്റെ ഈ സംവിധാനം അറിയണം. ഞാൻ എന്തായാലും കാണിക്കാം. ഈ ഭീകരമായ കാഴ്ചകൾ ഞാൻ കാണിക്കാം. ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആണ് ഷാപ്പ്. ഞങ്ങളുടെ നാട്ടിലെ ഷാപ്പാണ്. ഷാപ്പിൽ എത്രമാത്രം വെള്ളം കയറിയെന്ന് നോക്കുക. അതായത് അത് പൂർണ്ണമായും വെള്ളത്തിലേക്ക് പോയിരിക്കുകയാണ് ഷാപ്പ്. ആളുകൾ റോഡ് വെള്ളത്തിലായിരിക്കുന്നു. ആളുകൾ കാത്തു നിൽക്കുകയാണ്. നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യമാണ്. യാദൃച്ഛികമായിട്ട് പമ്പയാറിൻ്റെ ഭീകരത വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. നോക്കുക, എത്ര ശക്തമായിട്ട് വെള്ളം ഒഴുകുന്നത് നോക്കുക. ഇത് പമ്പയാറിൻ്റെ എരുമേലിക്കപ്പുറം കണമല, ശബരിമല കണമലയുടെ ഇപ്പുറം ഞങ്ങളുടെ ഈ ഗ്രാമം ഒറ്റപ്പെട്ടു. ഇവിടെ പാലമുണ്ട്. ആ പാലം ഒറ്റപ്പെട്ടു പോയി. അക്കരെ അറിയാഞ്ഞിലുവെന്ന് പറഞ്ഞ ഗ്രാമമാണ്. അതായത് റാന്നി പെരിനാട് പഞ്ചായത്തിലെ അറിയാഞ്ഞിലുവെന്ന ഗ്രാമമാണ് അക്കരെ കാണുന്നത്. അവിടേക്കില്ല. ഈ കോസ്വേയിൽ വെള്ളം ഒരുപാട് പൊങ്ങി. ഇവിടെ ഒരു വലിയ പാലമുണ്ട്. ആ പാലം മൊത്തം വെള്ളത്തിലേക്ക്. അതാണ് വീടുകളിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് കടകളിലേക്ക് വെള്ളം കയറി നിൽക്കുന്ന ആളുകൾ വെള്ളക്കാഴ്ച കാണുന്നു. പ്രകാശ, നമസ്കാരം. ഇതൊരു ചെറിയ പുഴ ഒഴുകിയിരിക്കുന്നതെല്ലാം ഇതായി കടകളിലെല്ലാം വെള്ളമായിരിക്കും. കട തുറക്കാൻ വേണ്ട സാഹചര്യം ഉണ്ടായിരിക്കും. ഇവിടെ ഒരു പാലം പണി ഈ എരുമേലി പഞ്ചായത്തിനെയും, അതായത് വെച്ചുച്ചിറ പഞ്ചായത്തിനെയും റാന്നി പെരിനാട് പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പമ്പയാറിൻ്റെ പാലം പണി നടക്കുകയാണ്. ആ പാലത്തിൻ്റെ അവസ്ഥ ഇത്രയും കഴിഞ്ഞാണ്. ഇതാണ് അവസ്ഥ. രണ്ടും വെള്ളത്തിലായി പോയിരിക്കുകയാണ്. അതായത് ഇത് പഴയ തൂക്കുപാലത്തിൻ്റെ സ്ഥലം. അതെല്ലാം പണ്ടേ പോയി. ആ ഗ്രാമം അറിയാഞ്ഞിലൂർ എന്ന് പറഞ്ഞ ഗ്രാമം. അതായത് ഇവിടെ ഒരു പ്രത്യേകത തന്നെ. എരുമേലി നിന്ന് വന്നാൽ ഇടകടത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ എരുമേലി ഇടകടത്തി എന്ന് പറയുന്ന എരുമേലി പഞ്ചായത്താണ്. ഈ ഭാഗം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം ആറാട്ടുകടവ് ഞങ്ങളുടെ അയ്യപ്പ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഭാഗം ഇവിടെ വെച്ചുച്ചിറ പഞ്ചായത്താണ്. അക്കരെ റാന്നി പെരിനാട് പഞ്ചായത്താണ്. ഇപ്പോൾ ഈ റാന്നി പെരിനാട് പഞ്ചായത്തുള്ള അറിയാഞ്ഞിലൂർ എന്ന സ്ഥലം പൂർണ്ണമായി ഒറ്റപ്പെട്ട് കിടക്കുക. ഇതുപോലെ തന്നെയാണ്. ഇത് പമ്പയാറ്. ഇവിടുത്തെ അവിടെ പെരുന്തേനരുവിയാണ്. ഈ പെരുന്തേനരുവിയുടെ ഭാഗത്ത് കുരുമ്പമ്പുഴി എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. ഇതിനേക്കാൾ മുമ്പേ വെള്ളത്തിൽ മുമ്പ് കുരുമ്പമ്പുഴിയാണ്. എന്തായാലും ഭയാനകമായ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. മാത്രം പറയാൻ പറ്റും. അതുപോലെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പത്തനംതിട്ട റാന്നി പ്രദേശത്തെ പ്രധാന റോഡുകളിൽ വരെ വെള്ളം കയറി. പലയിടങ്ങളിലും ഗതാഗത തടസ്സം ശക്തമായി. തിരുവനന്തപുരം, കൊല്ലം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ പത്തനംതിട്ടയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്നേയില്ല. നിരവധി ആളുകളാണ് വഴിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. മണിമലയാറ്റിലും മീനച്ചിലാറ്റിലും പമ്പയാറ്റിലും അതിശക്തമായ വെള്ളമൊഴുക്കാണ്. പല പ്രധാനപ്പെട്ട റോഡുകളും വെള്ളത്തിനടിയിലായി. മീനച്ചിലാറിൽ കര കവിയുന്നതോടെ പാലാ ടൗണിലേക്ക് വെള്ളം കയറുമെന്നാണ് റിപ്പോർട്ടുകൾ. തൊടുപുഴ റോഡിലും ടൗണിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പാലാ ഈരാറ്റുപേട്ട റോഡിൽ മൂന്നാനിൽ റോഡ് വെള്ളം കയറി. മണിമലയാറ്റിൽ വെള്ളം കൂടിയതിനെ തുടർന്ന്
പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ മണിമല ടൗൺ, മണ്ണനാഴി, വാഴൂർ, മണിമല റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറി. നിരവധി വീടുകളിലും വെള്ളം കയറി. ഇന്നലെ രാത്രിയിലെ മഴയിൽ വെളുപ്പിന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലയോര പ്രദേശങ്ങളിൽ 3 മരണമാണ്. എന്നാൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സംഭവിക്കുന്നത് കൊണ്ട് മരണസംഖ്യ ഉയരുമെന്ന് തീർച്ചയാണ്. കുടയത്തൂർ അടൂർ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരാൾ മരിച്ചു. കുടയത്തൂർ 7-ാം വാർഡിൽ മഷിക്കലിൽ സുമതിയാണ് മരിച്ചത്. ഒരു വീട് അവിടെ പൂർണ്ണമായും മണ്ണിനടിയിലായി. 2 പേരെ രക്ഷപ്പെടുത്തി എന്ന് പോലീസ് അറിയിക്കുന്നു. കൊക്കയാർ ചപ്പാത്ത് വെള്ളത്തിൽ മുങ്ങി. വാഗമൺ കോലാഹലമേട്ടിൽ ലീലാമണിയുടെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് കുടുങ്ങിക്കിടന്നയാളുടെ മൃതദേഹം കണ്ടെത്തി. ലീലാമണിയുടെ ബന്ധു വൈക്കം സ്വദേശി 72-കാരനായ പ്രഭാകരൻ നായരാണ് മരിച്ചത്. പൂഞ്ഞാർ തെക്കേക്കര പയ്യാനിത്തോട്ടത്തിൽ ഉരുൾപൊട്ടലിൽ വീടിടിഞ്ഞു വീണ സംഭവത്തിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. മണക്കാട്ടിൽ ജോസഫിൻ ജോണി എന്ന 24-കാരനാണ് മരിച്ചത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഉപ്പുതറയിൽ പോലീസ് ജീപ്പിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണു. പോലീസുകാർ വാഹനം നിർത്തി ഇറങ്ങിയതിനാൽ ആർക്കും പരിക്കില്ല. ഇടുക്കി ഏലപ്പാറ ചെമ്മണ്ണ ഭാഗത്ത് വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണു. ഒരാൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഈരാറ്റുപേട്ട വാഗമൺ റോഡിലേക്ക് മണ്ണിടിഞ്ഞ് ഗതാഗത തടസ്സമുണ്ടായി. KK റോഡിൽ പലയിടങ്ങളിലും വെള്ളം കയറി. കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴയും കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. 3 നിലവിൽ ഉരുൾപൊട്ടി. KSRTC പാലാ ഡിപ്പോയിലെ ഡ്രൈവർ രാജേഷിന്റെ വീട് പൂർണ്ണമായും ഒലിച്ചുപോയി. മീനച്ചിൽ, കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിലെ വിവിധയിടങ്ങളിലും ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. 6 കേന്ദ്രങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ ഉത്തര കേരളത്തിലെ തീരം വരെ ന്യൂനമർദ്ദ പാത്തി ശക്തിപ്പെട്ടതാണ് ഈ ഭയാനകമായ മഴയുടെ കാരണം. അറബിക്കടലിലെ ശക്തമായ കാറ്റും ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്രമായ ന്യൂനമർദ്ദവും ഒരുമിച്ച് ചേർന്നപ്പോഴാണ് ഇത്രയും ഭയാനകമായ മഴ ആരംഭിച്ചത്. ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. സാധാരണഗതിക്ക് മൺസൂണിന് 2-3 കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് മഴ കനക്കുന്നതെങ്കിൽ ഏതാണ്ട് 7 വ്യത്യസ്തമായ ഘടകങ്ങൾ ഒരു വലിയ യന്ത്രത്തിലെ ഗിയർ പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ മഹാമാരി ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ ഹിമാലയൻ തീരത്തും ബീഹാറിലും ആസാമിലും മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വലിയ ദുരന്തങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. ഈ വിചിത്രമായ പ്രതിഭാസത്തെ വിളിക്കുന്നത് സൊമാലി ജെറ്റ് എന്നാണ്. 1969 കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായ ഫൈൻഡിലേറ്റർ കണ്ടെത്തിയ ഈ പ്രതിഭാസം സമുദ്രനിരപ്പിൽ നിന്ന് വെറും 1.5 കിലോമീറ്റർ മാത്രം ഉയരത്തിലാണ് സഞ്ചരിക്കുന്നത്. മഡഗാസ്കറിന് സമീപം രൂപപ്പെടുന്ന ഈ കാറ്റ് ഇക്വറ്റോറിയം രേഖ മുറിച്ചു കടന്ന് സൊമാലിയൻ തീരത്തുകൂടി ഭൂമിയുടെ ഭ്രമണം മൂലം തെക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് തിരിഞ്ഞ് അറബിക്കടലിലൂടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് കുതിച്ചെത്തുന്നു. മൺസൂൺ മഴയ്ക്ക് ആവശ്യമായി ഈർപ്പം മുഴുവൻ വഹിക്കുന്നത് ഈ കാറ്റാണ്. ചൂടുപിടിച്ച സമുദ്രത്തിന് മുകളിലൂടെ വരുമ്പോൾ വലിയ തോതിൽ നീരാവി ശേഖരിക്കുന്ന സൊമാലി ജെറ്റ് ശക്തി പ്രാപിക്കുന്നതോടെ ഇന്ത്യയിൽ മൺസൂൺ ലഭിക്കുന്ന ശക്തിയുടെ അളവിരട്ടിയാകും. രണ്ടാമത്തെയും ഏറ്റവും ശക്തമായ ഘടകം ബംഗാൾ ഉൾക്കടൽ രൂപപ്പെട്ട ജൂലൈ 27-ന് ബംഗാൾ ഒഡീഷ തീരങ്ങളിലൂടെ കരകയറിയ ന്യൂനമർദ്ദമാണ്. നിലവിൽ വിദർഭയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ഗുജറാത്ത് ലക്ഷ്യമാക്കി പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ നീങ്ങുകയാണ്. മണിക്കൂറിൽ 50 മുതൽ 61 കിലോമീറ്റർ വരെ വേഗമുള്ള കാറ്റാണ് തീവ്ര ന്യൂനമർദ്ദത്തിന്റെ സവിശേഷത. അന്തരീക്ഷത്തിൽ ഈർപ്പമുള്ള വായുവിനെ അകത്തേക്ക് വലിച്ച് ഉയരങ്ങളിലേക്ക് തള്ളിവിടുകയും അത് ഘനീഭവിച്ച് മഴയായി പെയ്യുമ്പോൾ പുറന്തള്ളുന്ന ലാറ്റന്റ് ഹീറ്റ് വഴി ഈ സംവിധാനം കരയിലെത്തിയാലും സ്വയം ഊർജം കണ്ടെത്തി നിലനിർത്തുകയും ചെയ്യും. ഇതിന്റെ ഫലമായി ജൂലൈ 31, ഓഗസ്റ്റ് 1 തീയതികളിൽ ഗുജറാത്തിൽ 21 സെന്റിമീറ്ററിലധികം അതിതീവ്ര മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. മൺസൂൺ സീസണിന്റെ നട്ടല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് മൺസൂൺ ട്രഫ്. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ മുതൽ ഗംഗാ സമതലം വഴി ബംഗാൾ ഉൾക്കടൽ വരെ നീളുന്ന ഈ രേഖ എവിടെ നിൽക്കുന്നുവോ അവിടെയായിരിക്കും കനത്ത മഴ പെയ്യുക. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളെ തീവ്ര ന്യൂനമർദ്ദം ഈ രേഖയെ മധ്യേന്ത്യയിൽ തളച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ ന്യൂനമർദ്ദം പടിഞ്ഞാറോട്ട് നീങ്ങി ദുർബലമാകുന്നതോടെ മൺസൂൺ ട്രഫ് വടക്കോട്ട്, അതായത് ഹിമാലയൻ അടിവാരങ്ങളിലേക്ക് ഉയരും. അതോടെ മധ്യ ഇന്ത്യയിൽ മഴയുടെ ശക്തി കുറയുകയും വടക്കേ ഇന്ത്യൻ മലയോര മേഖലകളിലും സമതലങ്ങളിലും മഴ കടുക്കുകയും ചെയ്യും. ഇങ്ങനെ കനത്ത മഴയുടെ ദിനങ്ങളായിരിക്കും ഇനി ഇന്ത്യയിൽ എല്ലായിടത്തും സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം വലിയ ദുരന്തങ്ങളൊന്നുമില്ലാതെ ഈ മഴക്കാലം കടന്നു പോവാൻ.